രാവിലെ തന്നെ ഈ കാട്ടിക്കൂടെ നടന്നു പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഈ ചെമ്പരത്തി പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മുടി കൊഴിച്ചിലായതുകൊണ്ട് ഒന്ന് താളിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കറ്റാർവാഴയൊക്കെ ഉള്ളത് കൊണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടിയിട്ട് അരച്ച് തലയിൽ തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയ്ക്ക് കറി വെക്കാനുള്ള കാര്യത്തേക്ക് കടന്നു. ആദ്യം തന്നെ ഈ മിളകൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൊണ്ടാട്ടമാണ്. അപ്പോൾ ഇന്ന് ബീട്രൂട്ട് കറിയാണ് വെക്കുന്നത്. പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ വേപ്പില ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേപ്പില പൊട്ടിക്കാൻ വന്നു. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വരും പിന്നാലെ ഈ പൂച്ചകൾ. അങ്ങനെ അതിലേക്കുള്ള നാളികേരൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത്, അംഗനവാടിക്ക് അമൃതം പൊടി വാങ്ങാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ വറക്കാൻ വെച്ച് അംഗനവാടിയിലേക്ക് വിട്ടു. അംഗനവാടി ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഈ വഴിക്കൂടെ വണ്ടിയൊക്കെ കൊണ്ട് പോണേക്കാൾ എളുപ്പം നടന്നു പോണത് തന്നെയാണ്. അങ്ങനെ ഒരു 5-6 പാക്കറ്റ് അമൃതം പൊടി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീട്ടിലെത്തുമ്പോഴേക്കും ഉണ്ണി വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിക്ക് ചോറൊക്കെ കൊടുത്ത് ഞാനും ചോറുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇറങ്ങി എണീക്കുമ്പോഴാണ് ഇവിടെ ഒരു പെട്ടി കാണുന്നത്. വീണപ്പോഴേക്കും പെട്ടിയൊക്കെ പൊട്ടിച്ച് നേരത്തെ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ഇത് ഓർഡർ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് രാത്രി പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലാമ്പായിരുന്നു. വീട്ടിലുള്ള ലാമ്പിന് പെട്ടെന്ന് ചാർജ് തീരുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത് കിട്ടിയത്. ഇത് നമുക്ക് 3 കളർ മോഡ് ഉണ്ട്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൽ നമ്മൾ ഫോണിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ചാർജ് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ ഇതിനകത്ത് പേനൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. ബൈ.